എന്ത് ചെയ്യും? ആന്റി, അങ്കിൾ എവിടെയുണ്ടെന്ന് ചാരുവിന് അറിയാം. കല്യാണത്തിന് പങ്കെടുക്കാൻ എന്ന പോലെ എല്ലാവരെയും വിളിച്ചോണ്ട് വന്ന് മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് എസ്കേപ്പ് ആവണമെന്നുള്ള ഐഡിയയും കണ്ടെത്തി എല്ലാവരെയും ചട്ടം കെട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇവള്. എല്ലാം ഇവളുടെ പ്ലാനിങ്ങാ. ആന്റി തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമല്ലേന്ന്. എടി തുണിക്കച്ചവടക്കാരി, എന്റെ മോള് പറഞ്ഞത് സത്യാണോ? എടി ചോദിച്ചു കേട്ടില്ലേ, മറുപടി പറയടി. അതെ, സത്യമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് തന്നെ ഞങ്ങൾ വന്നത്. ഹലോ. ബാബുബായ്, അവൻ പള്ളിമുക്ക് റോഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അവനെ ഫോളോ ചെയ്യ്, മിസ്സാവരുത്. ഓക്കെ ബായ്. പിടിയടാ, വാടാ. പറഞ്ഞത് സത്യം. പക്ഷെ ബാലമാമനെ കാണാതായിരിക്കുന്നതിന് പിന്നിൽ ഇവളാ. കൊള്ളാം ചാരു, നിന്റെ അഭിനയം കൊള്ളാം. എന്തൊക്കെ ഉണ്ടായാലും പഴി കേൾക്കാൻ ഞാൻ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാ ഇവൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ആന്റി, എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാം. തുടക്കം മുതൽ ഈ കല്യാണം മുടക്കാൻ നോക്കിയിരിക്കുന്നതേ ഇവളാ. കൂട്ടിന് ആകാശം. ഇവരെന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും അതൊന്നും നടന്നില്ല. എന്നിട്ടും കല്യാണം മുഹൂർത്ത സമയം വരെ എത്തി. അങ്കിള് താലിയെടുത്ത് അരവിന്ദന് കൊടുത്ത് അരവിന്ദ് അത് എന്റെ കഴുത്തിൽ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ആഗ്രഹം നടക്കില്ലെന്ന് ഇവൾ എന്നോട് പറഞ്ഞിരുന്നു. അങ്കിൾ ഉണ്ടെങ്കിലല്ലേ താലി എടുത്ത് തരാൻ പറ്റൂ. അതാ ഇപ്പൊ കാണുന്ന ഈ നാടകം. ഇല്ലെന്ന് ഇവള് പറയട്ടെ.
ഇല്ല, മുഹൂർത്തത്തിന് തൊട്ട് മുൻപ് മണ്ഡപത്തിൽ നിന്ന് പോകണമെന്ന് തീരുമാനിച്ചത് ഞാനാ. പക്ഷെ ബാലുമാമനെ തട്ടിക്കൊണ്ടുപോയി നാടകം കളിക്കുന്നത് ഞാനല്ല, ഇവളാ. അമ്മ ഇവളെ വിശ്വസിക്കരുത്.